2 വർഷം ഒരു വലിയ കിരീടം പോലുമില്ല. പരിക്കുകൾ, മോശം ഫോം, വിമർശനങ്ങൾ. ഇന്ത്യൻ ബാഡ്മിന്റന്റെ അഭിമാനമായ PV സിന്ധുവിനെ കുറിച്ച് പലരും ചോദിച്ചു തുടങ്ങി. സിന്ധുവിന്റെ ഏറ്റവും മികച്ച കാലം കഴിഞ്ഞു. പക്ഷെ ഇന്ന് ആ ചോദ്യങ്ങൾക്കൊക്കെ മറുപടിയെ നിൽക്കുന്നത് ഒരു കിരീടമാണ്. 2026 ജപ്പാൻ ഓപ്പൺ ചാമ്പ്യൻ മാത്രമല്ല, ജപ്പാൻ ഓപ്പൺ കിരീടം നേടുന്ന ആദ്യ ഇന്ത്യൻ താരമെന്ന ചരിത്രവും സിന്ധു സ്വന്തമാക്കി. എന്നാൽ ഈ തിരിച്ചുവരവിന് പിന്നിൽ പരിശീലനം മാത്രമായിരുന്നില്ല. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ സൂപ്പർ താരം വിരാട് കോഹ്ലിയുടെ ഒരു ചെറിയ ഉപദേശവും അതിൽ നിർണായക പങ്കുവഹിച്ചുവെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. എന്താണ് ആ ഉപദേശം? സിന്ധുവിന് ഒരു ഘട്ടത്തിൽ തന്റെ കളിയിൽ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടിരുന്നു. ഓരോ മത്സരത്തിലും ജയിക്കണമെന്ന സമ്മർദ്ദം, പ്രതീക്ഷകൾ, തുടർച്ചയായ തോൽവികൾ ഇവയെല്ലാം ചേർന്ന് കളിയുടെ സന്തോഷം തന്നെ ഇല്ലാതാക്കുന്ന അവസ്ഥ. അപ്പോഴാണ് സിന്ധു വിരാട് കോഹ്ലിയോട് സംസാരിച്ചത്. വലിയ പ്രതിസന്ധികളിലൂടെ കടന്നുപോയിട്ടുള്ള ഒരു താരമെന്ന നിലയിൽ കോഹ്ലി പറഞ്ഞത് വളരെ ലളിതമായൊരു കാര്യമായിരുന്നു. ബാഡ്മിന്റൺ കളിക്കുന്നത് വീണ്ടും ആസ്വദിക്കാൻ തുടങ്ങൂ, അത്രമാത്രം. ആദ്യമായി കേൾക്കുമ്പോൾ ഇത് വളരെ സാധാരണ ഉപദേശമായി തോന്നാം. പക്ഷേ ലോകോത്തര കായിക താരങ്ങൾക്ക് ഇത് അതീവ ആഴമുള്ള സന്ദേശമാണ്. കാരണം ഒരു ഘട്ടം കഴിഞ്ഞാൽ മത്സരങ്ങൾ കളിയുടെ സന്തോഷത്തിനല്ല, സമ്മർദ്ദത്തിനും പ്രതീക്ഷകൾക്കും വേണ്ടിയാകുന്നു. അപ്പോൾ മത്സരം ഒരു ബാധ്യതയായി മാറുന്നു. കോഹ്ലി സിന്ധുവിനോട് പറഞ്ഞത് ഫലത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കാതെ മത്സരത്തെ വീണ്ടും സ്നേഹിക്കാനായിരുന്നു. സിന്ധുവും ആ ഉപദേശം ഗൗരവമായി സ്വീകരിച്ചു. അതിനുശേഷം അവർ വലിയ മാറ്റങ്ങൾ വരുത്തി. പരിശീലനത്തിൽ ശാസ്ത്രീയ സമീപനം കൂടുതൽ ശക്തമാക്കി. ഫിറ്റ്നസ്, റിക്കവറി, പോഷകാഹാരം, മാനസിക പരിശീലനം, എല്ലാ മേഖലകളിലും വിദഗ്ധരടങ്ങിയ ഏകദേശം 13 അംഗ സംഘത്തോടൊപ്പം പ്രവർത്തനം ആരംഭിച്ചു. ഓരോ പരിശീലന സെഷനും ഡാറ്റ ഉപയോഗിച്ച് വിലയിരുത്തി. ശരീരത്തിന്റെ ക്ഷീണം മുതൽ മത്സരത്തിലെ ഓരോ ചലനവും വളരെ ശാസ്ത്രീയമായി പരിശോധിച്ചു. അതിനൊപ്പം മനസ്സിന്റെ സമ്മർദ്ദം കുറയ്ക്കുന്നതിനും പ്രത്യേക ശ്രദ്ധ നൽകി. ഫലം, ജപ്പാൻ ഓപ്പണിൽ പഴയ സിന്ധുവിനെ ആരാധകർ വീണ്ടും കണ്ടു. ആക്രമണാത്മകമായ സ്മാഷുകൾ, മികച്ച കോർട്ട് കവറേജ്, അസാധാരണ ആത്മവിശ്വാസം. ഏറ്റവും പ്രധാനമായി ഓരോ പോയിന്റും നേടിയ ശേഷം മുഖത്ത് കാണപ്പെട്ട പുഞ്ചിരി. കളി വീണ്ടും ആസ്വദിക്കുന്ന ഒരു സിന്ധുവിനെ ലോകം കണ്ടു. ഈ കിരീടം വെറുമൊരു ട്രോഫി മാത്രമല്ല, 2 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമുള്ള ശക്തമായ തിരിച്ചുവരവിന്റെ പ്രഖ്യാപനമാണ്. ഇത് കാണിക്കുന്നത് മറ്റൊരു വലിയ സത്യം കൂടിയാണ്. ലോകോത്തര കായിക താരങ്ങൾ പരസ്പരം മത്സരിക്കുന്നവരാണെങ്കിലും അവർ ഒരുമിച്ച് പരസ്പരം പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. വിരാട് കോഹ്ലി ഒരു ബാഡ്മിന്റൺ താരമല്ല, സിന്ധു ഒരു ക്രിക്കറ്റ് താരവുമല്ല. പക്ഷെ സമ്മർദ്ദം എന്താണെന്നും വിമർശനങ്ങൾ എങ്ങനെ നേരിടണമെന്നും വീണ്ടും എങ്ങനെ ഉയർത്തെഴുക്കണമെന്നും ഇരുവർക്കും അറിയാം. അതാണ് ഈ സംഭാഷണത്തെ പ്രത്യേകമാക്കുന്നത്. സിന്ധുവിന്റെ കരിയറിലെ ഈ ഘട്ടം ഇന്ത്യ കായിക രംഗത്തിനും വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. കാരണം അടുത്ത പ്രധാന അന്താരാഷ്ട്ര ടൂർണമെന്റുകൾ മുന്നിലുണ്ട്. ഈ ഫോം തുടർന്നാൽ സിന്ധുവിൽ നിന്ന് ഇനിയും വലിയ വിജയങ്ങൾ പ്രതീക്ഷിക്കാമെന്നാണ് ആരാധകരും വിദഗ്ധരും വിശ്വസിക്കുന്നത്. ഒരു വാചകം ജീവിതം മാറ്റുമോ? എല്ലാ സമയത്തുമില്ല. പക്ഷേ ശരിയായ സമയത്ത് ശരിയായ വ്യക്തി പറയുന്ന ഒരു വാചകം ചിലപ്പോൾ ഒരു താരത്തിന്റെ കരിയറിനെ തന്നെ മാറ്റിമറിച്ചേക്കാം. PV സിന്ധുവിന്റെ കഥ അതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ്. ബാഡ്മിന്റനെ വീണ്ടും സ്നേഹിക്കാൻ പഠിച്ചപ്പോൾ വിജയം തിരിച്ചെത്തി. അതുകൊണ്ടാണ് ഈ ജപ്പാൻ ഓപ്പൺ കിരീടം വെറും ഒരു മെഡൽ മാത്രമല്ല, അത് ആത്മവിശ്വാസത്തിന്റെ തിരിച്ചുവരവാണ്, ഒരു ചാമ്പ്യന്റെ പുനർജന്മമാണ്. വിരാട് കോഹ്ലിയുടെ ഒരു ലളിതമായ ഉപദേശവും സിന്ധുവിന്റെ അശാന്ത പരിശ്രമവും ചേർന്ന് എഴുതിയ ഒരു പ്രചോദനാത്മക അധ്യായം കൂടിയാണിത്.